ഞാൻ പറഞ്ഞതല്ല, ഹദീസിലേക്ക് വാ. മനസ്സിന്റെ ഉള്ളിൽ എഴുതി വെച്ചോ ഈ ഹദീസ്, മരണം വരെ മറക്കണ്ട. ഇമാം ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസാണ്. നമ്മുടെ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾ പഠിച്ച ഹദീസുകളുടെ കൂട്ടത്തിൽ ഈ ഹദീസ് മുന്നിൽ നിൽക്കട്ടെ. ലാ യഖ്ബലുല്ലാഹു, അതിന്റെ അർത്ഥം അല്ലാഹു സ്വീകരിക്കുകയില്ല. ലിസാഹിബി ബിദ്അത്തിൻ, മുൻഗാമികളുടെ പാത വിട്ട് പുത്തൻ പാദത്തിലേക്ക് പോയവനിൽ നിന്ന് അല്ലാഹു സ്വീകരിക്കൂല. ഇരുത്തി പഠിപ്പിക്കുകയാണ്, ശ്രദ്ധിച്ചോ. സൗമൻ, നോമ്പിനെ അല്ലാഹു സ്വീകരിക്കൂല. അവൻ നോമ്പ് നോൽക്കൂല എന്നല്ല, നോമ്പ് നോറ്റാൽ അല്ലാഹു സ്വീകരിക്കൂല. വലാ സ്വലാത്തൻ, നിസ്കാരത്തെയും സ്വീകരിക്കൂല. വലാ സ്വദഖത്തൻ, സ്വദഖയെയും സ്വീകരിക്കൂല. വലാ ഹജ്ജൻ, ഹജ്ജിനെയും സ്വീകരിക്കൂല. വലാ ഉംറ, ഉംറയെയും സ്വീകരിക്കൂല. വലാ ജിഹാദ, യുദ്ധത്തിനെയും സ്വീകരിക്കൂല. ഒരൊറ്റ അമലിനെയും സ്വീകരിക്കുകയില്ല. ഗൗരവമല്ലേ ഇത്? പുത്തൻവാദിയായ ചില ആൾ പറയും, ഓ ഇപ്പൊ നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട്, സുന്നിയ കാലത്ത് നിസ്കാരം ഒന്നും എപ്പോ ഭയങ്കര നിസ്കാരമാണ് മുജാഹിദായപ്പോ. ഓ നിസ്കാരിക്കുമ്പോ അതിനെ തടയേണ്ട കാര്യം ഇബ്ലീസിനില്ല. കാരണം അത് സ്വീകരിക്കൂല. സ്വീകരിക്കാത്ത നിസ്കാരം എന്തിനു തടയണം? ഓ നിസ്കരിക്കട്ടെ എന്നാ ഇബ്ലീസ് മനസ്സിലാക്കണേ. കാരണം ഓ നിസ്കരിച്ചാലേ മറ്റുള്ളവനെ വസ്വാസാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളോട് നിസ്കരിക്കാത്ത ഒരാൾ വന്നിട്ട് പറഞ്ഞാൽ നമ്മളെന്താ പറയാ, ആദ്യം പോയി നിസ്കരിച്ച് വാചങ്കായി ഇത് പറയും. അപ്പൊ അതിനു വേണ്ടി ഇബ്ലീസ് നിസ്കരിപ്പിക്കും. അപ്പൊ ക്ലാസ് നമ്മൾ ഉപകാരപ്പെടുത്തണം. അതിന് ഇവലെ മുജാഹിദിന്റെ ആളുകളോട് ഇപ്പൊ ഒരു ഉപദേശമാണ്. ഈ ഉപദേശം ഒന്നും പരലോകത്തുണ്ടാവില്ല കേട്ടോ. എന്താ ഉപദേശം? ഈ അടുത്ത് മുജാഹിദ് ബാലുശ്ശേരി അവരോട് പറഞ്ഞൊരു ഉപദേശം നിങ്ങൾ കേട്ടോളൂ. സുഹൃത്തുക്കളെ, സമസ്തക്കാരെ, നൗഷാദ് ഹുസൈനിയെ പോലെയുള്ള ആളുകളെ കാണുമ്പോ ഓടി അകലണം. ആ മനുഷ്യന്റെ വാക്കുകൾക്കൊന്നും നിങ്ങൾ ചെവി കൊടുക്കരുത്. കണ്ടോ, അങ്ങനെയാണ് ഇപ്പോഴത്തെ ഉപദേശം. സുന്നികളെ വയതിനൊന്നും പോകാൻ പാടില്ല, ചെവി കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഈ ആദർശം മനസ്സിലാക്കി നിങ്ങൾ മരിച്ചുപോയാൽ നിസ്കാരം സ്വീകരിക്കപ്പെടാത്തവരായി. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഈ മുജാഹിദായ ജമാഅത്തായ ആളുകളോടും ചോദിക്കട്ടെ, നിങ്ങളെ ജീവിതം നിങ്ങൾ പരിശോധിക്ക്. ഇന്ന് സുബിഹി മുതൽ ഇന്ന് വരെ ഇത്രയും സമയത്ത് നിങ്ങൾ എത്ര ദിക്ർ ചൊല്ലി? പറയ്, നിങ്ങൾ മറുപടി പറ. എന്ത് ദിക്റാ നിങ്ങൾ ചൊല്ലിയത്? ഏത് സ്വലാത്താ ചൊല്ലിയത്? പ്രിയപ്പെട്ട സഹോദര, നമ്മുടെ എടക്കുളത്തുള്ള അബൂബക്കർ മൗലവിയോട് ചോദിച്ചു നോക്കി, എന്തിനാ നിങ്ങൾ സുന്നിയിലേക്ക് തന്നെ പോകുന്നത്? അയാൾ പറഞ്ഞു, എന്റെ നെഞ്ഞു പൊട്ടിപ്പോയി. കാരണം ഒരു മുജാഹിദ് മരിച്ചോർത്ത് ചെന്നപ്പോ അവിടെ ദിക്റുമില്ല, ഓത്തുമില്ല, ഒന്നുമില്ല, ആരോ ഒരു പശു കിടക്കുന്ന പോലെ ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണം, അള്ളാന്റെ ദിക്റില്ലാതെ നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? സക്കരിയ സലാഹിന്റെ സങ്കടം പറയാണ്, നമ്മളെ മുജാഹിദീങ്ങൾക്കൊന്നും ദിക്റും തോയി അറിയില്ല. നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ എങ്ങനെ അറിയത്? സക്കരിയ സലാഹി കാര്യമായിട്ട് സങ്കടം, ഞാൻ വെറുതെ പറയില്ല. അയാൾ പറയുന്നുണ്ട്, നമ്മളെ മുജാഹിദിന് ഇതൊന്നും അറിയണില്ല. ഒന്ന് കേട്ടോളൂ, നിങ്ങളൊക്കെ നിങ്ങളെ കുഴപ്പം തന്നെയാണ്, ഞങ്ങളെ കുഴപ്പമില്ല. നമ്മളെ മുജാഹിദ് സുഹൃത്തുക്കൾക്ക് കുഴപ്പാ, ദുആയും ദിക്റും വളരെ കുറവാ. അതിനെന്താ അറിഞ്ഞൂടാ? അറിഞ്ഞാ പഠിക്കാൻ ശ്രമിക്കോ? എനിക്ക് 45 ആയില്ലേ, എനിക്ക് 50 ആയില്ലേ. എന്നാലോ മരക്കച്ചവടത്തിന് ഒരു കുഴപ്പമല്ല. കേട്ടങ്ങള്, സുബ്ഹാന ജല്ല ജലാലുഹു. ചിന്തിക്കണം, ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത്. മുജാഹിദിന് ദിക്ർ അറിഞ്ഞൂടാ, അതിന് ദിക്ർ എവിടെ നിങ്ങൾ ചൊല്ലിപ്പിക്കലുണ്ടോ? ഇന്ന് പഠിക്കാൻ ശ്രമിക്കാവൂല്ല. ശ്രദ്ധിച്ചോ, പഠിക്കാൻ ശ്രമിക്കാതെ പോകണ്ട. ഇനി ശരിക്ക് ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോ ഇത് വെറുതെ പറയാണെന്ന് ആരും വിചാരിക്കണ്ട. സഹോദരന്മാരെ, നല്ല രൂപത്തിൽ ജീവിച്ച് മരിക്കണമെങ്കിൽ നല്ല ഇൽമ വേണം. എന്നിട്ടോ മഹാന്മാരുടെ കിതാബൊന്നും നോക്കാതെ കളിക്കാം. ഇപ്പൊ മുജാഹിദ് ബാലുശ്ശേരി വലിയ നേതാവാന്നല്ലേ പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നുണ്ട്, ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനൊരു കിതാബ് ഓതിയിട്ടില്ല, ഞാൻ ഈ കിതാബ് ഓതുന്ന പണി എനിക്കില്ല, ആകെ എനിക്കൊരു പരിഭാഷ മാത്രമേ അറിയുള്ളൂ. പിന്നെ എങ്ങനെ ബാലുശ്ശേരി പറയുന്നത് കേട്ടോ? ഇവനാണ് ഇപ്പൊ മുൻഗാമികളെ പാത വിട്ട് വലിയ ഇമാമികൾ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ കേരളത്തിലൊക്കെ നടക്കുന്നതിനെ പറ്റി നിങ്ങൾ വലിയ ആലിമ്, നിങ്ങൾ വലിയ കിതാബ് ഓതിയ മനുഷ്യൻ എന്ന് ചിലരുടെയെങ്കിലും മനസ്സിൽ തോന്നും. ഞാനൊരു കിതാബ് ഓതിയിട്ടില്ല, ഈ ഖുർആനും സുന്നത്തും അല്ലാത്ത കിതാബ്. പാള കിതാബ് വായിക്കാൻ എനിക്ക് സമയമല്ല, അല്ലാതെ തന്നെ ധാരാളം വായിച്ചാൽ തീരൂല ഖിയാമത്ത് നാൾ വരെ. അതുകൊണ്ട് അത് വായിച്ചിട്ടാ പറയണേ, അതിൻ്റെ അപ്പുറത്തുള്ളൊന്നും എനിക്കറിയില്ല. അള്ളയും റസൂലും പഠിപ്പിച്ചേ മതി സ്വർഗത്തിലേക്ക് എന്ന് മിനിമം വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അതിലപ്പുറത്ത് ഇന്ന ഹോജ പറഞ്ഞു എന്നുള്ളതൊന്നും ഇസ്ലാം തെളിവല്ല. നിങ്ങള് നല്ല കേട്ട നല്ല ചുരുക്കുള്ള വാക്കാ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ ഖുർആനും സുന്നത്തും അറബിയല്ല മൗലവി, ഈ നഹവും സർഫും പഠിക്കാതെ നിങ്ങൾ എങ്ങനെയത് മനസ്സിലാക്കി? പറങ്ങള് അവിടെയാ വിഷയമുള്ളത്. പാള കിതാബ് എന്ന് പറഞ്ഞത് പേരാ. ഞങ്ങളെ കുട്ടികൾക്ക് നമ്മൾ അൽഫീം ബത്തുൽ മീനൊക്കെ ഓതിക്കൊടുക്കും. ഇയാൾ പറഞ്ഞത് പാള കിതാബാണെന്നല്ലേ. സഹോദര, ഈ നഹവ് തിരിയാതെ എങ്ങനെ ഇത് മനസ്സിലാവുക? അവിടെയാണ് വിഷയമുള്ളത്. കൃത്യമായി ഉൾക്കൊള്ളണം.
കിതാബ് ഓതേണ്ട ആവശ്യമില്ല, പറ്റൂല. ഇൽമ് നന്നായി വേണം, ഇൽമില്ലാതെ ഒന്നും നടക്കൂല. അതുകൊണ്ടാണല്ലോ ഷാഫി ഇമാമ് വേണ്ട എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരി, ഇമാം ഖസ്തല്ലാനിക്ക് ഖുർആൻ തിരിയൂല എന്ന് പറഞ്ഞ ബാലുശ്ശേരി. നിങ്ങൾ ശരിക്ക് ചിന്തിക്കണം. മുൻഗാമികളെ മൊത്തം തള്ളിയിട്ട് 4 മദ്ഹബും വേണ്ട, ഞങ്ങൾ സ്വന്തം ഖുർആനും സുന്നത്തും ഗവേഷണം ചെയ്യും എന്ന് പറഞ്ഞ ബാലുശ്ശേരി, അയാൾ ഖുർആൻ ഓതുന്നു എന്ന് നോക്കിക്കോളുങ്ങൾ. ഖുർആൻ ഓതുന്നത് തന്നെ തെറ്റ്. ഖുർആനും സുന്നത്തും അറിയാം. നിങ്ങൾക്ക് ഏത് ഖുർആനും സുന്നത്താണ് ഈ മൗലവിമാർക്ക് തന്നെ അറിയണില്ല. വെറുതെ പറയല്ലതൊന്നും. ബാലുശ്ശേരി ഖുർആൻ ഓതുന്നു നിങ്ങളൊന്ന് കേൾപ്പിക്കാൻ പോകണം. ശരിക്ക് കണ്ടോളൂ. അത് നോക്കിയിട്ടാണ് ഓതുന്നത്, കാണാതെ ഓതല്ല, നോക്കിയിട്ടാണ് ഓതുന്നത്. അത് ഓതുന്ന സൂറത്തേതാ? നമ്മളെല്ലാ വെള്ളിയാഴ്ചയും ഓതുന്ന സൂറത്തുൽ കഹ്ഫില്ലേ, അതിലെ ഒരായത്താണ് ഓതുന്നത്. അത് മുഴുവൻ തെറ്റിച്ചിട്ടാണ് ഓതുന്നത്. കേട്ടോളൂ. മുജാഹിദ് ബാലുശ്ശേരി ഓതാണ്, നോക്കി ഓതാണ്. വലിയ വലിയ ഇമാമിങ്ങൾക്കൊന്നും ഖുർആൻ തിരിയില്ല എന്ന് പറഞ്ഞ അയാൾ ഓതുന്നത് നിങ്ങളൊന്ന് കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഫസ്ബിർ നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ, ഫസ്ബിർ. ചങ്ങായിമാരെ ഈ പറയണങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ, ഫസ്ബിർ. യദൂന റബ്ബഹും, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, ബിൽ ഗദാതി വൽ അശി, പ്രഭാതത്തിലും പ്രദോഷത്തിലും. യുരീദൂന വജ്ഹഹു, അതുകൊണ്ട് അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവരുമായി നീ നിന്റെ മുഖത്തെ ബന്ധിപ്പിച്ചിട്. അവിടൊക്കെ എല്ലാ സ്ഥലത്തും തെറ്റിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി ആവർത്തിച്ച് പറയുമ്പോ വീണ്ടും തെറ്റിക്കുക. വിശുദ്ധ ഖുർആൻ എവിടെയാണ് പറഞ്ഞത്? കേട്ടോ, യാ അയ്യുഹല്ലദീന ആമനു അതീഉല്ലാഹ വഅതീഉർ റസൂല വഉലിൽ അംരി മിൻകും. പഠിച്ചു വെച്ചോ മുജാഹിദുകളെ, നമ്മൾ വിവരമില്ലാത്തവരാണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഇമാമിങ്ങളെ പിൻപറ്റണം. ചിലർ വയ്ക്കും മദ്ഹബ് സ്വീകരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. സൂറത്തുൻ നിസാഇന്റെ 59-ാമത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അതീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം, വഅതീഉർ റസൂല, അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെടണം. പോരാ, വഉലിൽ അംരി മിൻകും, നിങ്ങളിൽ നിന്ന് കാര്യമുடைய ആളുകൾ. ആരാ ഈ കാര്യമുடைய ആളുകൾ? അതാണ് മുൻഗാമികളായ പണ്ഡിതന്മാർ, ഫിഖ്ഹ് പഠിച്ച മുജ്തഹിദുകളായ പണ്ഡിതന്മാർ. അവരെ വിട്ടതുകൊണ്ടുള്ള അടങ്ങാറും കൂടി കാണിച്ച് ഞാൻ നിർത്തുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ പറയണല്ലോ. എന്താണ് അതുകൊണ്ട് സംഭവിച്ചത്? ഒന്ന് നോക്കിക്കോ, 1-2 ഉദാഹരണം. മുൻഗാമികൾ വേണ്ട, മദ്ഹബ് വേണ്ട, ഞങ്ങൾ ഖുർആൻ സ്വന്തം ഗവേഷണം ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഇവരെത്തിപ്പെട്ട ഗതികേട് എടുക്കൂ. നമ്മളെ ഹമീദ് മൗലവിയെ ഒന്നിങ്ങ് കൊണ്ടുവാ. കൃത്യമായി നിങ്ങൾക്കറിയാം, മുൻഗാമികൾ എഴുതിയ മൗലിദും മുൻഗാമികൾ എഴുതിയ മുഴുവൻ കാര്യങ്ങളും തെറ്റാണെന്ന് പറഞ്ഞ ഒരു മൗലവിയെ നിങ്ങൾക്കിപ്പോൾ കാണാം. കൊണ്ടോട്ടിക്കാരൻ ഹമീദ് മൗലവി. ഇവരൊക്കെയാണ് മദ്ഹബ് വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ ഈ ചങ്ങാതിമാര്. കാണില്ലേ നിങ്ങള്? ഇയാൾ ഭയങ്കര ഗവേഷകനായിട്ട് ഇപ്പോ പ്രസംഗിച്ച് നടക്കുന്ന ഒരാളാണ്. എല്ലാ സ്ഥലത്തും ഞാൻ മുജാഹിദ് പണ്ഡിതനാണെന്ന് പറഞ്ഞിട്ട് ഇയാൾ ഈ അടുത്ത് മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ചു. പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞു, സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ മങ്കൂസ് മൗലിദ് തെറ്റാണ്. നിങ്ങളൊന്ന് ചിന്തിക്ക്. സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ വലിയ മഹാനല്ലേ? സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ എഴുതിയ മങ്കൂസ് മൗലിദ് തെറ്റാണെന്ന് ഇയാൾ എങ്ങനെ പറയും? പക്ഷേ അത് പറയുമ്പോ ഇയാൾക്ക് ആകെ വെച്ചു. ഇവരെയാണോ നമ്മൾ പിൻപറ്റേണ്ടത്? നിങ്ങൾ പറയണം, തുറന്നു പറയണം. ഇവരെന്താ പറയുന്നറിയാള്? ബഹുമാനപ്പെട്ട മങ്കൂസ് മൗലിദിൽ എന്തുണ്ട്? ഒരു വരിണ്ട്, അലാ ഹുവല്ലദീ തബസ്സല ബിഹി ആദം എന്നിങ്ങനെ പറഞ്ഞിട്ട് വസ്തഗാസ ബിഹി നൂഹ്. എന്താ അതിന്റെ അർത്ഥം? നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി റസൂലുള്ളാഹിനോട് സഹായം തേടി. ഇയാൾ പറഞ്ഞു തെറ്റാണ്. തെറ്റാണെന്ന് പറഞ്ഞതല്ല രസം. ആകെ പേച്ചുപോയി. മുൻഗാമികളെ തള്ളിയപ്പോ ആകെ പേച്ചു. ഇയാൾ തുടങ്ങുന്നതിന് എങ്ങനെയെന്നറിയോ? ലൂത്ത് നബിയുടെ കാലത്ത് ഒരു വലിയ വെള്ളപ്പൊക്കവും തൂഫാനും ഉണ്ടായി എന്ന് അയാൾ ആദ്യം തന്നെ പറഞ്ഞു. ആരെ കാലത്താ ഇവിടെ തൂഫാനും വെള്ളപ്പൊക്കം ഉണ്ടായത്? ആരെ കാലത്താ? നൂഹ് നബിന്റെ കാലത്തല്ലേ? അതും കൂടി ഇയാൾക്കറിഞ്ഞൂടാ. മുൻഗാമികൾ വേണ്ട, ഞങ്ങൾ സ്വന്തം ഖുർആനും സുന്നത്തും എന്ന് പറഞ്ഞ മൗലവിമാർക്ക് സ്വന്തം ഖുർആനും സുന്നത്തും നോക്കുമ്പോ ലൂത്ത് നബിന്റെ കാലത്താണോ നൂഹ് നബിന്റെ കാലത്താണോ വെള്ളപ്പൊക്കം ഉണ്ടായത്? അറിഞ്ഞൂടാ. അവസാന ഇയാളെ പ്രസംഗം ലൂത്ത് നബിന്റെ കാലത്ത് തൂഫാനുണ്ടായി. പ്രസംഗന സ്ട്രോങ് ആയി വന്നപ്പോ നമ്മളെ സംഘാടകൻ ഉണ്ടായിരുന്ന പോലെ പറഞ്ഞു, മൗലവി അത് ലൂത്ത് നബി അല്ല, നൂഹ് നബിയാണ്. പറഞ്ഞു കൊടുത്തിട്ട് ആൾ കേൾക്കണില്ല. അയാൾ പിന്നെയും പറഞ്ഞു ലൂത്ത് നബിന്റെ കാലത്ത് തന്നെ. അവസാനം ഇയാൾക്ക് എപ്പോഴാ ഈ തെറ്റിദ്ധാരണ മാറുന്നതെന്നറിയോ?
അവസാനം ഇയാൾ മങ്കൂസ് മൗലിദ് എടുത്ത് വായിച്ചു. അപ്പൊ അതിലെന്താ ഉള്ളത്? വസ്തരാസബിഹി ലൂത്തുന്നല്ല നൂഹുന്ന. ആ നൂന്ന് വായിച്ചപ്പോഴാ മൂപ്പര് മേപ്പെട്ട് നോക്കണം, പഠിച്ചോനെ ഇത് തെറ്റിപ്പോയല്ലോ. അപ്പൊ സംഘാടകൻ പറഞ്ഞു, എന്നോട് നേരത്തെ തന്നെ പറഞ്ഞില്ല നൂഹ് നബിയാണ്. അവസാനം ഇയാൾ മേപ്പെട്ട് നോക്കിയിട്ട് പറഞ്ഞു, എനിക്കിതിനൊന്നും കഴിയൂല മക്കളെ. ഒന്ന് കണ്ടങ്ങള്, ഇമാമിങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞ് ഗവേഷണത്തിനിറങ്ങിയ മൗലവിന്റെ ഗതികേടാണ്. ഒന്ന് വേഗം കാണിച്ചു കൊടുക്കുക. ബഹുമാനപ്പെട്ട ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നത് എന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അളീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്താ തൂഫാൻ ഉണ്ടായത്. പടച്ചോൻ ഖുർആനിൽ പറയുക നജ്ജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. വഅഹ്ലഹു, അദ്ദേഹത്തിന്റെ അഹ്ലുകാരെയും നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെയും ആയത്തിൽ വഅൻജൈനാഹു വഅസ്ഹാബസ് സഫീനത്തി വജഅൽനാഹാ ആയത്തൻ ലിൽ ആലമീൻ. മുസ്ലിയാക്കന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദുമാരെ, ഒന്ന് മനസ്സ് തുറക്ക്. വഅൻജൈനാഹു, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും വഅസ്ഹാബസ് സഫീനത്തി, ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടേ? വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്, അല്ലേ? എന്നാ കേട്ടോ, വസ്തഗാസ ബിഹി നൂഹും ഫനജാ മിനർ റദാ. വസ്തഗാസ ബിഹി, മുഹമ്മദ് നബിയോട് സഹായം തേടി നൂഹ്. നല്ല വിവരാതൊക്കെ. സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ അടുത്ത് ധാരണപ്പേര് വന്നതാണ്. കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോരില്ല, വലിയ വയസ്സനായി, 10 വയസ്സോളായി. ഇയാളൊക്കെ എന്നും പരിപാടിക്കോയിൽ എങ്ങനെ ഉണ്ടാവും? ഇപ്പൊ ഇമാമിങ്ങളൊന്നും വേണ്ട, ഞങ്ങൾ മതി, മങ്കൂസ് മൗലി തെറ്റാന്ന് പറഞ്ഞവന്റെ കഥയപ്പ. ഇനി നോക്കിക്കോ, നമ്മളെ മുജാഹിദ് ബാലുശ്ശേരി നിങ്ങൾ നോക്കൂ, അമ്പിയാക്കളുടെ പേര് വളരെ ചെറിയ പേരാണ്. മൂസാ നബി, ഈസാ നബി, ഇവരെ തങ്ങന്മാരെ ഔലിയാക്കന്മാരെ പേര് നോക്കൂ നിങ്ങൾ. എന്തൊക്കെ ഹാജാ മുഹീദ്ദീനിൽ ജിസ്തിയിൽ അജ്മീരിയിൽ നാബൂരിയിൽ ബൾബൂരി. എന്താ പതി? ബൾബൂരിയാണത്ര. ഞാൻ ഈ അടുത്ത് തലശ്ശേരി എന്നും പറഞ്ഞു, ഈ പേര് നിങ്ങൾ എന്നെ എടുത്തോ. ഹനീഫ കായക്കൂടി അൽ ബൾബൂരി, അല്ലെങ്കിൽ മുജാഹിദിൽ ബാലുശ്ശേരി അൽ ബൾബൂരി. അപ്പൊ എന്താ ഇവരെ വിവരം? ഈ ഇമാമിങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞ ചെങ്ങായിന്റെ വിവരം എന്താ? അത് ചിന്തിക്കണം, അണികൾ ഉണരണം. അതിനായി പറയുന്ന മുജാഹിദ് ബാലുശ്ശേരിന്റെ ക്വാളിഫിക്കേഷൻ ഒന്ന് കാണിച്ചു കൊടുക്ക്. അയാൾ എന്നെ പറഞ്ഞുതരും എന്താ മൂപ്പര യോഗ്യത. ഒന്ന് കേട്ടോ, ബാലുശ്ശേരി എന്നെ പറഞ്ഞുതരും എവിടെയാണ്, എന്താണ് ഈ സമുദായത്തിന്റെ ഇമാമിങ്ങളെ മുൻഗാമിയും ഒക്കെ തള്ളിയ ഇവർക്കുള്ള ക്വാളിഫിക്കേഷൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, മുസ്ലിം സമുദായം ഉണർന്ന് പ്രവർത്തിക്കുമ്പോ എന്താണ് അതിന്റെ സംഗതി എന്ന് വ്യക്തമാകും. ആയത്തിൽ പറഞ്ഞ വസ്സാബിഖൂനൽ അവ്വലൂന മുതൽ ഓതി ആയത്ത് മുഴുവൻ നിങ്ങൾ പരിശോധിക്ക്. ഒന്ന് കേട്ടോ, ബാലുശ്ശേരി പറഞ്ഞു തരും. ഞാൻ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യും. ഞാൻ ഹോട്ടലിൽ ചായ പറഞ്ഞിട്ടുണ്ട്, ക്ലാസും കഴിയിട്ടുണ്ട്, പാറക്കുറിയിൽ പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ നടത്തുന്ന ഹോട്ടൽ ഇപ്പോഴും ഉണ്ട്. എന്നാ പിന്നെ ആ പണിയെടുത്ത് നടന്നാ പോരെ? ദീൻ പറയാൻ വരണോ? ഇനി എല്ലാ പാർട്ടി അങ്ങനെ തന്നെ. ഒന്നും കൂടി കാണിക്കാം. ലാസ്റ്റ് നമ്മളെ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടിട്ടില്ലേ? മുജാഹിദ് ഉള്ളില് തബ്ലീഗ്, ഉള്ളില് മുജാഹിദ്, പുറത്ത് താടിയും തലപ്പാവൊക്കെ ഉണ്ട്. ഓന്റെ അവസ്ഥ എന്താ? അതിങ്ങനെ തന്നെ. വിവരം എന്ന് പറയുന്ന സാധനമല്ല. കുറെ ആളുകൾ ജമാഅത്തിൽ നിന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകും, കൊണ്ടുപോയിട്ട് വിവരക്കേട് മാത്രം പഠിപ്പിച്ചു കൊടുക്കും. അതുകൊണ്ട് നമ്മുടെ പണ്ഡിത സഭ പറഞ്ഞു അതും പാടില്ല, പുത്തൻവാദിയാണ്, ഉള്ളു വഹാബിസാണ്. ഞാൻ അതിന്റെ ഒരു ഉദാഹരണം മാത്രം കാണിക്കാം, ശരിക്കും ശ്രദ്ധിച്ചോ. ആരാത് നിങ്ങളീ കാണുന്നത്? നമ്മളെ മുജാഹിദ് പ്രസ്ഥാന തബ്ലീഗിന്റെ വലിയ നേതാവുണ്ടല്ലോ, എറണാകുളം ജില്ലയിലെ സുബൈർ കൗസി. അയാളെ നിങ്ങൾ എടുത്തു നോക്കി. ഈ അടുത്ത് ഞാൻ അയാൾ ഒരു സി ഡി കണ്ടു. അപ്പൊ അയാളെ സി ഡിയിൽ എന്താ ഉള്ളതെന്നറിയോ? അയാൾ കുറെ ആളുകളെ പാപങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ഇയാളതാ ഒരു മയ്യത്തിനെ എങ്ങനെ സംസ്കരിക്കണം എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. മയ്യത്ത് സംസ്കരണം എങ്ങനെ, അത് പഠിപ്പിച്ചു കൊടുക്കുമ്പോ ഒരാൾ അവിടെ കെടുത്തിയിട്ടുണ്ട്, മരിച്ചിട്ടില്ല. മരിക്കാത്ത ഒരാളെ മരിച്ചതുപോലെ കെടുത്തിയിട്ട് ആളെങ്ങനെ കഫൻ ചെയ്യാ, താടികെട്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം.
അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ നോക്കുമ്പോ സുബ്ഹാന ജല്ല ജലാലുഹു ഈ കൂട്ടത്തിൽ നമ്മൾ കാണുന്നു. നിക്ക് നോക്കാനായിട്ടില്ല, ഞങ്ങൾ ശരിക്കും കേട്ടോളൂ. അയാൾ കണ്ടങ്ങൾ ഒരാളെങ്ങനെ കെടുത്തിയിട്ടുള്ളത്, വലിയ നേതാവ് അയാൾ തബ്ലീഗ് ജമാഅത്തിന്റെ. നിനക്ക് എങ്ങനെ മയ്യത്ത് കുളിപ്പിക്കണം കഫൻ ചെയ്യണമെന്ന് ക്ലാസ് എടുക്കാൻ. ആ ക്ലാസിന്റെ രൂപങ്ങളൊന്ന് കണ്ടോ, ഒരു രംഗാണ്. എന്താ, മരിച്ചാൽ എങ്ങനെ താടി കെട്ടാന്ന് ഇയാൾ പഠിപ്പിക്കുകയാണ്. പുത്തൻവാദി ആയാൽ ഇങ്ങനെ ഉണ്ടാവും, മുൻഗാമികളെ തള്ളിയാൽ. താടി കെട്ടൽ പഠിപ്പിച്ചു കൊടുത്ത് നോക്കുമ്പോ താടിയിലല്ല കെട്ടൽ വന്ന്, എവിടെ കഴുത്തിനാ. കെട്ടി നോക്കുമ്പോ കഴുത്തിന കെട്ടല്. അവസാനം ഞാൻ വിചാരിച്ചു അയാളെ കഥ കഴിഞ്ഞു, കാരണം കെടുക്കുന്ന ആള് മരിച്ചിട്ടില്ലല്ലോ. ഒന്ന് കണ്ടോ, അയാൾ താടി കെട്ടൽ പഠിപ്പിക്കാൻ പോകണം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന അവസ്ഥയല്ലേ ഇത്, അതും അയാൾക്ക് അറിഞ്ഞൂടാ. ഒന്ന് കണ്ടോളൂ, നോക്കിക്കോളൂ, ശരിക്കും നോക്കിക്കോളൂ. നല്ല വിവര. താടി കെട്ടാ മരിച്ചാൽ കെട്ടിക്ക് അയക്ക് അറിഞ്ഞൂടാ, നീ മറ്റയാളെ ഏൽപ്പിക്കുക. കഴുത്തിലാണ് കെട്ടുക. അയാളെ കഥ ഒന്ന് തീരും. അയാൾ മരിച്ചില്ല, ഇപ്പൊ മരിക്കണ പോലെ. ഈ കെട്ട് സുന്നത്തൊന്നുമല്ല. ആ കെട്ട് ഏതാനും സുന്നത്തല്ല, ഉറപ്പാ. എന്താ അതൊക്കെ ഈ ഇങ്ങനെയാണ് മരിച്ചവർ കെട്ടല്. ഈ കെട്ടെന്തായാലും സുന്നത്തുമല്ല. ആ കെട്ട് സുന്നത്തായാലും ഗതി കെട്ടും ചെയ്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ മുൻഗാമികളെ പാത പിന്നെ എന്തിനാ ഇതിൽ ആള് ചേരുന്നത്, അതും കൂടി കൽപ്പിച്ചരാം. 556 കെടുക്ക്. അതിന് നമ്മളെ KB അബ്ദുൽ ലത്തീഫ് മൗലവി പറയുന്നുണ്ട്, എന്തിനാണ് പിന്നെ മുജാഹിദ് ആകുന്നത്? മുൻഗാമികളെ പാത ഒന്നും കൂടല്ല, പിന്നെ എന്തിനാണ് അവര് ഈ കൂടെ വരുന്നത്? അതും കൂടി ഒന്ന് കേട്ടോളൂ. നമ്മളെ ആര് ഈ KB അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞു തരും എന്തിനാണ് ഒരാള്. അപ്പോ എന്തെങ്കിലും ഒരു ദുന്യവിയായ കാര്യത്തിന് പൊരണ്ടാക്കാനോ കുട്ടിനെ കെട്ടിക്കാനോ ഇതിനൊക്കെയാണ് ആളുകൾ മുജാഹിദാകുന്നത്. ശരിക്ക് ചിന്തിച്ചോളൂ സഹോദരന്മാരെ. ഈ വഴിക്കങ്ങ് പോയാൽ ആൾ പറയട്ടെ, വേഗം പറയട്ടെ, സമയം. ചിലരെന്താ പറയുക അറിയോ, ഞാനിപ്പോ നിങ്ങളെ കൂടി എന്താ അറിയോ, രണ്ടൂന്ന് കുട്ടികളുണ്ട്, അതൊന്ന് കഴിച്ചായി കിട്ടാനാ. വേറെ ചിലര് പൊര പൊളിഞ്ഞിക്കാനായിരിക്കുന്നു, അതുകൊണ്ടാ. അപ്പൊ ചിലര് പൊര പൊളിഞ്ഞിക്കാനായിരിക്കും നമ്മൾ തരാം, നമ്മളെ കൂടിയോ. അപ്പൊ ആളുകളൊക്കെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പറയുന്നു, അതിലൊക്കെ കൂടി നിൽക്കുന്നു. അതാണ് ഇന്നത്തെ അവസ്ഥ. ശരിക്കും ശ്രദ്ധിച്ചോ. ഇവൻ അല്പം അരി തരും, അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം തരും, എന്നാ ഞാനും മുജാഹിദ്. സുഹൃത്തെ ചിന്തിച്ചോ, ഒറ്റ വഴിയേ ഉള്ളൂ, സുന്നത്ത് ജമാഅത്ത്. അത് മുൻഗാമികളെ വഴി. ഇത് പറയുമ്പോ ഒറ്റ ആരോപണം ഉണ്ട്, അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്തും. മുജാഹിദ് സാധാരണ എല്ലാവരോടും പറയും, ഈ ഇപ്പൊ പറഞ്ഞല്ലോ മുൻഗാമികളെ വഴി, വാപ്പമാരെ വഴി, പൂർവികളുടെ വഴി. ഇത് നേരത്തെ ഫിർഔനും പറഞ്ഞതാണ് കേട്ടോ. സൂറത്ത് അല്ലാഹു തആല സൂറത്ത് ത്വാഹയുടെ 51-ാമത്തെ ആയത്ത് വരെ പറയുന്ന ചില പരാമർശങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ സമീപത്ത് എന്നുകൊണ്ട് ചോദിച്ചു, ഫിർഔൻ നീ റബ്ബിന്റെ മാർഗത്തിലേക്ക് വരണം, നീ റബ്ബല്ല. അപ്പൊ ഫിർഔൻ ചോദിച്ചു, ഫമർ റബ്ബുക്കുമായ മൂസ, ഓ മൂസാ നബി നിങ്ങളെ റബ്ബാരാണ്? മൂസാ നബി പറഞ്ഞു, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാ വസ്തുവിനെയും സൃഷ്ടിച്ച റബ്ബാണ് ഞങ്ങളുടെ റബ്ബ്. സുമ്മ ഹദാ, പിന്നെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന റബ്ബ്. അപ്പൊ ഫിർഔൻ ചോദിച്ചു, ഖാല ഫമാ ബാലുൽ ഖുറൂനിൽ ഊലാ, അങ്ങനെയാണെങ്കിൽ ഫിർഔൻ ചോദിച്ചു, ഞങ്ങളെ മുൻഗാമികളുടെ അവസ്ഥ എന്താണ്? ഞങ്ങളെ മുൻഗാമികൾ കാണിച്ചു തന്ന പാത ബിംബത്തെ ആരാധിക്കലാണല്ലോ. അപ്പൊ ഞങ്ങളെ മുൻഗാമികളുടെ അവസ്ഥ എന്താ? മുൻഗാമികൾ മോശക്കാരാണോ? മുൻഗാമികളെയാണ് ഞങ്ങൾ പിൻപറ്റുന്നത് എന്ന് ഫിർഔൻ പറഞ്ഞു. ഈ ആയത്തോതിയിട്ട് നമ്മളെ അൻസാറിനൊക്കെ ഇറങ്ങി കുട്ടി പ്രസംഗിക്കണ്ടോ. അപ്പൊ ഈ സുന്നി പറയും പോലെയാണ് ഫിർഔനും പറഞ്ഞത്. ഫിർഔൻ പറഞ്ഞത് എന്താണ്? ഞങ്ങളുടെ മുൻഗാമികളെയാണ് ഞങ്ങൾ പിൻപറ്റിയത്. ഓർത്തോ, ഫിർഔനിന്റെ മുൻഗാമി നമ്മളെ മുൻഗാമി ഒന്നല്ല. അത് ആദ്യം മനസ്സിലാക്കുക. ഫിർഔന്റെ മുൻഗാമി എന്ന് പറഞ്ഞാൽ ബിംബാരാധകരും മുശ്രിക്കും ഇവരാണ്. നമ്മളെ മുൻഗാമികൾ അമ്പിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ അവരാണ്. നമ്മളെ മുൻഗാമികളോട് പിൻപറ്റാനാണ് ഹദീസ് പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹിയുടെ ഒറ്റ ഹദീസ് കൂടി വെക്കുന്നു, യകൂനു ഫീ ആഖിരിസ് സമാനി ദജ്ജാലൂൻ, അവസാന കാലത്ത് വഞ്ചകന്മാർ വരും, കദ്ദാബൂൻ കളവ് പറയുന്നവർ വരും, യൗതൂനകും മിനൽ ഹദീസി ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും, അടിവരയിടേണ്ട ഭാഗമാണ്. പുത്തൻവാദികൾ വരും, നബീനവാദികൾ വരും, അവസാന കാലത്ത് വരും. അവർ നിങ്ങളോട് എന്തു പറയും? നിങ്ങളോ നിങ്ങളെ വാപ്പമാരോ നിങ്ങളെ പിതാക്കളോ പൂർവികരോ കേൾക്കാത്തത് പറയും. അപ്പൊ പൂർവികരെ അനുസരിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പൊ നമ്മളെ പൂർവികർ നബിയീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്വാലിഹീൻ, ഫിർഔന്റെ പൂർവികർ എന്ന് പറഞ്ഞാൽ ബിംബാരാധകരും മുശ്രിക്കുകളാണ്. അതുപോലെയല്ല നമ്മുടെ പൂർവികർ. ഇത് രണ്ടും രണ്ടാണ് എന്ന് മനസ്സിലാക്കണം. ഇനി എല്ലാ പുത്തൻവാദികൾക്കും ആദ്യമായി തെറ്റിയ വിഷയം അള്ളാഹുവിനുള്ള വിശ്വാസമാണ്. ഇൻഷാ അല്ലാഹ് അത് നാളെ കൃത്യമായി ചർച്ച ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ വിഷയം തൽക്കാലം ഇവിടെ ചുരുക്കുന്നു.